ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 8 മാർക്സ് വരുന്ന ലാസ്റ്റത്തെ ഒരു പോർഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കോൺട്രാക്ട് ആക്ട്, സ്പെസിഫിക് റിലീഫ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്. ഇത്രയും ആക്ട് ഒരുമിച്ചാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ചോദിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പാറ്റേൺ നോക്കുന്നതിൽ കോൺട്രാക്റ്റിൽ നിന്ന് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരുന്നത് കാണാം. പിന്നെ സ്പെസിഫിക് റിലീഫിൽ നിന്നും ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ നിന്നും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിലും ഓരോ വർഷവും പല രീതിയിലാണ് വന്നിരിക്കുന്നത്. ചില വർഷം 2 മാർക്ക് ചോദിക്കുന്നുണ്ട്, ചില വർഷം ഓരോ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. കോൺട്രാക്റ്റിൽ നിന്ന് എന്തായാലും ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 89 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not a fraud as per the Indian Contract Act of 1872? താഴെ പറഞ്ഞിരിക്കുന്നത് ഏത് ആക്ട് ആണ് ഫ്രോഡ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. A promise made without intention of performing it, an active concealment of fact by one have knowledge of the fact, mere silence if not duty bound to speak, any act or omission law specifically declares to be fraudulent. അതായത് നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് യാതൊരുവിധ ഉദ്ദേശവും ഇല്ലാതെ ഒരാൾക്ക് ഒരു വാക്ക് കൊടുക്കുന്നത് ഫ്രോഡ് ആണോ, ആക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കൺസീൽ ചെയ്യുക, മനഃപൂർവ്വം കൺസീൽ ചെയ്യുക, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മൾ കൺസീൽ ചെയ്യുന്നു, ഇനി നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് പറഞ്ഞില്ല, അത് ഫ്രോഡ് ആണോ, അല്ലെങ്കിൽ എനി ആക്ട് ഓർ ഒമിഷൻ ലോ സ്പെസിഫിക്കലി ഡിക്ലെയർസ് ടു ബി ഫ്രോഡുലന്റ്, നിയമത്തിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ഫ്രോഡുലന്റ് ആണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത് നമ്മൾ നോക്കേണ്ടത് ഫ്രോഡ് എന്നൊക്കെ പറയുന്നത് ഫ്രീ കൺസെന്റ് എന്ന് പറയുന്ന ഏരിയയിലാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ വരുന്നത്. ഇപ്പൊ ഫ്രീ കൺസെന്റിൽ നമ്മൾ കൊയേർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതിൽ നമ്മൾ സെക്ഷൻ 17 എടുത്ത് നോക്കുമ്പോൾ ഫ്രോഡ് വരും. ഫ്രോഡിൽ എന്തൊക്കെ ഉണ്ട് എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അതിൽ നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷൻസിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. മിയർ സൈലൻസ് ആസ് ടു ഫാക്ട്സ് ലൈക്ക് ടു അഫക്ട് ദ വില്ലിംഗ്നെസ് ഓഫ് എ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു കോൺട്രാക്ട് ഇസ് നോട്ട് ഫ്രോഡ്. അതായത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന ആളുടെ ആ വില്ലിംഗ്നെസ്സിനെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഫാക്ട്സ് മിണ്ടാതിരുന്നു അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടിരുന്നു എന്ന് പറയുന്നത് ഫ്രോഡ് അല്ല. പിന്നെ അത് മാത്രമല്ല, ഞാനത് എന്ത് പറയുന്നുണ്ട്, നമ്മളത് പറയാനുള്ള ഡ്യൂട്ടിയും നമുക്കില്ല അങ്ങനാണെന്നുണ്ടെങ്കിൽ എന്നുള്ളത്. ഇറ്റ് ഇസ് ദ അത് ഫ്രോഡായിട്ട് കണക്കാക്കുന്നത് നമുക്ക് പറയാനുള്ള ഒരു ഡ്യൂട്ടി ഉള്ള ഒരു കാര്യം, ഡ്യൂട്ടി നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവാദിത്തം ഉള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആ സൈലൻസ് നമുക്ക് എന്താണ് ഫ്രോഡായിട്ട് കണക്കാക്കാം. മാത്രമല്ല ചില സൈലൻസ് സ്പീച്ചിനോട് ഈക്വലന്റ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാളോട് വണ്ടി വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ, നമ്മളൊന്നും മിണ്ടിയില്ല, എന്നിട്ട് അയാൾ പറയണത് നിങ്ങൾ മിണ്ടാത്ത കാരണം ഈ വണ്ടിയുടെ ടയറിന് കൃത്യമായ ഇതൊക്കെ ഉണ്ട്, നമ്മൾ എന്താ പ്രശ്നമൊന്നും ഇല്ലാത്തതാണ് എന്ന് ഞാൻ അനുമാനിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഇക്വലന്റ് ടു സ്പീച്ച്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സൈലൻസ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നതിന് തുല്യമാണ്. അപ്പം മിയർ സൈലൻസ് എന്താണ്, ഇഫ് നോട്ട് ഡ്യൂട്ടി ബൗണ്ട് ടു സ്പീക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഫ്രോഡ് അല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതെങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വോയിഡ് അബ് ഇനീഷ്യോ ആണോ കോൺട്രാക്ട്, വോയിഡബിൾ ആണോ എന്നൊക്കെ ഉള്ളതാണ് ചോദ്യം. ഈ ആരുടെ ഓപ്ഷനിലാണ് വോയിഡബിൾ ആക്കാൻ പറ്റുന്നതെന്നൊക്കെയാണ് ചോദ്യം. അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, എന്താണ്, which of the following statement is correct if A intending to deceive B. ഡിസീവ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തായി, ചതിക്കണം എന്ന ഉദ്ദേശം. അതെവിടെയാണ് ഇന്ത്യൻ കോൺട്രാക്റ്റിൽ വരുന്നത്, ഫ്രോഡാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലൊന്ന് ഓർത്തിരുന്നോണം. ഫോൾസ്ലി റെപ്രസെന്റ്സ്, തെറ്റായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു, ദാറ്റ് 500 mounds of indigo are made annually at A's factory. എയുടെ ഫാക്ടറിയിൽ 500 mounds എല്ലാ വർഷവും ഉണ്ടാക്കുന്നുണ്ട്, ആനുവലി ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ബിയെ കൊണ്ട് ആ ഫാക്ടറി വാങ്ങിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്താണ്, നമ്മൾ ഈ കോൺട്രാക്ട് വോയിഡ് ആണോ, വോയിഡ് അബ് ഇനീഷ്യോ ആണോ, വോയിഡബിൾ ആണോ എന്നൊക്കെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെ ഡിസീവ് എന്ന് വന്നത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ മനസ്സിൽ ഓർത്തോണം അവിടെ ഒരു ഫ്രോഡിന്റെ ഒരു എലമെന്റ് ഉണ്ട്. പിന്നെ അതിന്റെ വോയിഡബിലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നത് ആക്ച്വലി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വോയിഡബിലിറ്റി ഓഫ് എഗ്രിമെന്റ്സ് വിത്തൗട്ട് ഫ്രീ കൺസെന്റ്. കൺസെന്റ് ഇല്ലാതെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ ആ എഗ്രിമെന്റ്സ് വോയിഡബിൾ ആണ് എന്ന് പറയുന്നത് സെക്ഷൻ 19ലാണ്. കണ്ട, when consent to an agreement is caused by coercion, fraud or misrepresentation, the agreement is a contract voidable at the option of the party whose consent was so caused.
അതായത് ആരെയാണോ നമ്മൾ ഇത്തരത്തിൽ അവരുടെ സമ്മതമില്ലാതെ, അതായത് ഇത്തരത്തിൽ കൊയേഷൻ നടത്തി ഫ്രോഡ് നടത്തി മിസ്റെപ്രസെന്റേഷൻ വഴി കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിയത്, അയാൾക്ക് ഈ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. അതാണ് വൈഡബിലിറ്റി പറയുന്നത്. അപ്പൊ ഈ കേസിൽ എന്താണ് ഇവിടെ കൺഫ്യൂസിംഗ് ആണ്, ആരുടെ ഓപ്ഷൻ ആണ്. ഇതിനകത്ത് ആരെയാണ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചത്? ബി എ കൊണ്ടാണ് വാങ്ങിപ്പിച്ചത്. ബി എയുടെ അടുത്ത് ഫോൾസ്ലി റെപ്രസെന്റ് ചെയ്താണ് വാങ്ങിപ്പിച്ചത്. സോ ആർക്കാണ് ഈ കോൺട്രാക്ട് വേണ്ടാന്ന് വെക്കാനും അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള അവകാശം ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ആർക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്ന് ആർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും? ബിക്കാണ്. അപ്പൊ കോൺട്രാക്ട് ഇസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ബി. ബിക്ക് കോൺട്രാക്ട് ആയിട്ട് മുന്നോട്ട് പോണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻജങ്ഷൻ ക്യാൻ ബി ഗ്രാൻഡഡ് ഓൺലി ബൈ ദ ഡിഗ്രി മെയ്ഡ് അറ്റ് ഹിയറിംഗ് ആൻഡ് അപ്പോൺ ദ മെറിറ്റ് ഓഫ് ദ സ്യൂട്ട്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ ചിലരെ ഓടി പിടിച്ച് CPC-യിൽ പോകും. അപ്പോൾ ഒരു കാര്യം ഓർത്താൽ മതി, സ്പെസിഫിക് റിലീഫിലും ഇൻജങ്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട് സ്പെസിഫിക് റിലീഫ് ആക്ടിൽ. അപ്പൊ കോൺട്രാക്ടിന്റെ അടുത്തായിട്ടാണ് വരുന്നതെങ്കിൽ അപ്പോൾ ഓർത്തോണം അത് സ്പെസിഫിക് റിലീഫിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ഒരു ബെയർ ആക്ട് എടുക്കാനുള്ളൊരു ഇത് വേണം എന്നുള്ളതാണ്. അപ്പം കോൺട്രാക്റ്റിന്റെ അടുത്ത്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ അടുത്ത് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഇത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സ്പെസിഫിക് റിലീഫ് ആക്ട് എടുക്കുന്നു. സ്പെസിഫിക് റിലീഫ് ആക്ടിൽ ചാപ്റ്റർ 7 ഉണ്ട്, ഇൻജങ്ഷൻസ് ജനറലി ഉണ്ട്, ടെമ്പററി ആൻഡ് പെർപ്പച്വൽ ഇൻജങ്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് പെർപ്പച്വൽ ഇൻജങ്ഷന്റെ അടുത്ത്, പെർപ്പച്വൽ ഇൻജങ്ഷൻ ക്യാൻ only be granted by decree made at the hearing and upon the merits of the suit. ഓക്കെ, ആ വേർഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് അങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്. ഒറ്റ കാര്യമേ അറിയണ്ടുള്ളൂ, അത് CPC-യിലെ അല്ല, എവിടത്തെയാണ്, സ്പെസിഫിക് റിലീഫിലെ ആണെന്നുള്ളതാണ്. ആ ബെയർ ആക്ട് എടുക്കാനുള്ളൊരു ഇത് വേണോ എന്നുള്ളതാണ്. ഇനി അടുത്ത് നോക്കിയേ, സ്റ്റിപ്പുലേഷൻ ഇൻ എ ബോണ്ട് ഫോർ പേയ്മെന്റ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഫെയിലിയർ ടു പേ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ സെയിം റേറ്റ് as was payable upon the principal is not a penalty within the meaning of which of the following provision of the Indian Contract Act. അപ്പോൾ ഇതിൽ പ്രൊവിഷൻ തന്നിട്ടുണ്ട്. നേരെ അപ്പോൾ സെക്ഷൻ 73, 74, 75, 76 എന്താന്ന് നോക്കുക. 70 നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 73 compensation for loss damage, 74 compensation for breach of contract where penalty stipulated. നമ്മുടെ ക്വസ്റ്റ്യനിലും എന്തുണ്ട്? പെനാൽറ്റി ഉണ്ട്. നേരെ 74ലേക്ക് പോവുക. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് എന്താണ്, ഈ ഒരു ഇതിലാണ് പറയുന്നത് സെയിം റേറ്റിലാണ്. അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആക്കി, പക്ഷെ സെയിം റേറ്റിലാണ്. അപ്പൊ സെയിം റേറ്റിലാണ് നമ്മൾ ഡിഫോൾട്ടിന്റെ സമയത്ത് എന്താണ് സെയിം റേറ്റ് തന്നെയാണ് പറയുന്നതെങ്കിൽ അതൊരു പെനാൽറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കില്ല എന്ന് പറയുന്നത് 74ലാണ്. റേറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് പെനാൽറ്റി ആയിട്ട് കണക്കാക്കുള്ളൂ എന്നുള്ളതാണ്. ഇനി വാട്ട് ഇസ് ദ ഡിഫോൾട്ട് ഇൻട്രസ്റ്റ് പേയബിൾ അണ്ടർ സെക്ഷൻ 63A ഓഫ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ സെക്ഷൻ 63A-യിൽ എന്തുമാത്രമാണ് ഡിഫോൾട്ട് ഇൻട്രസ്റ്റ്? അപ്പൊ നേരെ എന്ത് ചെയ്യുക, ബെയർ ആക്ട് എടുക്കുക, 63A എടുക്കുക, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എടുക്കുക, ബെയർ ആക്ട് എടുക്കണം, 63A എടുക്കണം, സമാധാനമായിട്ടിരുന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കിട്ടും എന്താണ്, അതെ, where any such improvement was effected at the cost of the mortgagee and was necessary to preserve the property from destruction or deterioration, or was necessary to prevent the security from becoming insufficient, or was made in compliance with the lawful order of any public servant or public authority, the mortgager shall, in the absence of the contract to the contrary, be liable to pay the proper cost thereof as an addition to the principal money with interest at the same rate as is payable on the principal, or where no such rate is fixed, at the rate of 9% per annum. Okay, അതങ്ങ് അപ്പൊ സെക്ഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്മുടെ ക്വസ്റ്റ്യനിൽ വേണ്ട സാധനം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര പെർസെന്റേജ് ആണെന്നുള്ളത്, ഇവിടെ ഒരു പെർസെന്റേജിനെ കുറിച്ച് പറയുന്നുള്ളൂ, 9% എന്നുള്ളത്. അങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത്, അല്ലാതെ കൂടുതൽ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതൊന്നും കാര്യം അവിടെ ഇല്ല. കാരണം സെക്ഷൻ ആസച്ച് വന്നിട്ടുണ്ട്, അതിൽ 9% എവിടെ കിടക്കുന്നു എന്നുള്ളത് നോക്കുക. 6 ഉണ്ടോ, 8 ഉണ്ടോ, 9 ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ തന്നെയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 17ൽ പറഞ്ഞിട്ടുള്ള ലിമിറ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലിമിറ്റ് ഗിവൺ അണ്ടർ സെക്ഷൻ 17 ഓഫ് ദ TP Act. നേരെ സെക്ഷൻ 17 എടുക്കുക. 17 എടുക്കുന്ന സമയത്ത് നോക്കിക്കേ, ലിമിറ്റ് പറയുന്നുണ്ട്. where the terms of a transfer of property direct that income arising from the property shall be accumulated either wholly or in part during the period longer than the life of the transferor, or a period
of 18 years from the date of the transfer. നമുക്ക് വേണ്ട ഉത്തരം ഏതാണ്? നമ്മൾ ഓൾറെഡി ഓപ്ഷൻസും കൂടെ നോക്കി വെക്കണം. ലൈഫ് ഓഫ് ദ ട്രാൻസ്ഫറി, a period of 18 years from the date of the transferee. അപ്പം whichever is longer, either A or B അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. whichever is longer, അതാണ് സെക്ഷൻ 7. അപ്പോൾ അതും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് എടുത്തു വെച്ചിട്ട് നമുക്ക് നോക്കാം. സെക്ഷൻ 95 അനുസരിച്ചിട്ട് എന്തൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് അനുസരിച്ചിട്ട് 3 കാര്യങ്ങൾ മാത്രമേ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നുള്ളൂ. പ്രോമിസറി നോട്ട്, ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഹുണ്ടി എന്ന് പറയുന്നത് ആക്ച്വലി ഇതേപോലെ നമ്മൾ ട്രാൻസാക്ഷൻ ഉപയോഗിച്ചിരുന്നതാണെങ്കിൽ പോലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് വൺ, in the light of the Negotiable Instruments Act 1881, at what rate interest will be charged if the rate of the interest is not mentioned on the negotiable instrument? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, എന്നിട്ട് ബെയർ ആക്ട് എടുക്കുക. ബെയർ ആക്ട് എടുത്തിട്ട് അതിന്റെ ഇൻഡെക്സ് പോർഷൻ നോക്കുക. ഇവിടെ ചോദ്യം എന്താണ്? What rate interest will be charged if the rate of the interest is not mentioned in the negotiable instrument? Negotiable instrument ൽ ഇൻട്രസ്റ്റിന്റെ റേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് ചാർജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ബെയർ ആക്ട് എടുക്കണം, നേരെ ഇൻഡെക്സ് പോകണം. ഇൻഡെക്സിൽ പോയിട്ട് നോക്കുമ്പോൾ ഇൻഡെക്സ് ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചാപ്റ്റർ 6 കാണും. ഓഫ് പേയ്മെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് എന്ന് കാണും. ടു ഹൂം പേയ്മെന്റ് ഷുഡ് ബി മെയ്ഡ്, ഇൻട്രസ്റ്റ് വെൻ റേറ്റ് സ്പെസിഫൈഡ്, ഇൻട്രസ്റ്റ് വെൻ നോ റേറ്റ് സ്പെസിഫൈഡ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റിന്റെ റേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയാണ് എന്നുള്ളത് ആണ്. അപ്പൊ അത് നോർമലി എവിടെ കിടപ്പുണ്ട്? സെക്ഷൻ 80 കിടപ്പുണ്ട്. കണ്ടോ? interest when no rate specified. When no rate of interest is specified in the instrument, interest on the amount due there shall be, notwithstanding any agreement. നമുക്ക് ആ റേറ്റ് അറിഞ്ഞാൽ മതി എത്രയാണ്. ഇവിടെ എത്രയാണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. 18%. കണ്ടോ? 18% per annum. ഒരു വർഷത്തേക്ക് 18% എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരവും കിട്ടി, ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ഉത്തരവും കിട്ടി. എത്രയാണ്? 18% per annum. അപ്പൊ ഈ ഏരിയാസിലും നമുക്ക് എന്താണ്, എല്ലാം ബെയറാക്റ്റിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. ഒന്നും നമുക്ക് വേറെ, പക്ഷെ എന്താണ് ഇത് ബെയറാക്റ്റ് കാണുമെന്നുള്ള ഒരു ഇത് വേണം. ആ ഒരു സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും എഴുതാൻ പറ്റും. അപ്പം നമ്മൾ ഇത്രയും ദിവസത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ മാർക്സ് ഉള്ള 10 മാർക്സും 8 മാർക്സും ഒക്കെ ഉള്ളതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനിയുള്ളതെന്നൊക്കെ പറയുന്നതിൽ ഇപ്പം എന്താ എൻവയോൺമെന്റൽ ലോ എന്നൊക്കെ പറയുന്നത് വളരെ വാസ്റ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന എന്താ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഒക്കെ ആയിരിക്കും വരുന്നത്. ഈ ഏരിയ കവർ ചെയ്യുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ഈ ഇത്രയും പഠിച്ചതിൽ നമ്മളൊരു ഏറ്റവും ഇപ്പൊ 10 മാർക്കിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 7 ക്വസ്റ്റ്യൻസ് എല്ലാ ഇതിൽ നിന്നും നമ്മൾ ആൻസർ ചെയ്താൽ പോലും നമുക്ക് പാസ് മാർക്ക് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് ബാക്കിയുള്ളത് പഠിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ബാക്കിയുള്ളതും നോക്കണം. ഇനിയിപ്പോ ഞാൻ ടോട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യും, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ബാക്കിയുള്ളതിൽ എവിടെ നോക്കണം എന്നുള്ളതും കൂടെ പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് നിർത്തും. അപ്പം ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.